ഹലോ ഗൈസ്, എല്ലാവർക്കും സോൾബോർഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്ന ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ APK ഫയലുമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു APK ഫയൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളതായിട്ടായിരിക്കും ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ APK ഫയലാണ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാം ലിങ്കും ഒന്ന് ടെലിഗ്രാം ലിങ്കും. ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ടെലിഗ്രാം ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഫയലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. ഓക്കെ, അപ്പം നേരെ എൻ്റെ ചാനലിൽ വരിക. ചാനലിൽ വരുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2ൻ്റെ ഉണ്ട്. പക്ഷേ അത് ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് വർക്കാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് മിക്കവാറും ഡിലീറ്റ് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്താൽ മറന്നുപോയി കേസ്, ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ചുമ്മാ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കാതെ. അപ്പോൾ നേരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ആ ഫയലിൻ്റെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നേരെ മൈ ഫയൽസ് നിങ്ങളുടെ കയ്യിലുള്ള ഫയൽസിൻ്റെ സംഭവങ്ങളെല്ലാം കാണിക്കും. എൻ്റെ കയ്യിലിപ്പോൾ Z അർച്ചീവർ ഉണ്ട്. അതിനകത്ത് ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ മൈ ഫയൽസിലാണ് കൊടുക്കുന്നത്. മൈ ഫയൽസാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ അത് ഓപ്പണായി വരണം. അപ്പോൾ ഗൈസ് നേരെ ഓപ്പണായി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളോട് പറയുക എക്സ്ട്രാക്റ്റ് ഫയൽ ചെയ്യാൻ. നേരെ നമ്മൾ എക്സ്ട്രാക്റ്റ് ഫയലിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കും ഫയൽ നെയിം, അത് തന്നെ ലൊക്കേഷൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റി ഏതെങ്കിലും വേറെ ഏതൊരു ഫോൾഡറിലേക്കോ ഫയൽ നെയിം മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ അപ്പോൾ തന്നെ കൊടുത്ത് ഞാനിപ്പോൾ ഓൾറെഡി ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടാണ് പേര് മാറ്റി കൊടുക്കാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ എന്തായാലും ഒന്നൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നേരെ ഓക്കെ കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ആയി വരണം. ഞാൻ ഇപ്പോൾ ഓൾറെഡി എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഞാൻ അത്രയും ടൈം എടുത്ത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നേരെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫയലിലേക്ക് നമ്മൾ പൊക്കോളും. ഓൾറെഡി ഞാനത് കാണിച്ചു തരാം. പക്ഷേ അത് നിങ്ങൾ മറ്റേ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നേരെ നിങ്ങൾ കാർ പാർക്ക് FT മോഡ്സ് സംഭവം വരും. നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ആയ ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ ഗെയിം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ മോഡ് APK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഗെയിം ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ നേരെ ഒന്നെങ്കിൽ എന്തായാലും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് നേരെ ഡൗൺലോഡ് ചെയ്ത് നേരെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കുക. ജസ്റ്റ് ഒന്ന് ലോഡായി വരണം. ലോഡായി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ഓർ ക്യാൻസൽ എന്നും പറഞ്ഞായിരിക്കും വരും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ അപ്ഡേറ്റ് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഡാവും പയ്യെ. ലോഡായി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഓർ ഡൺ എന്നും പറഞ്ഞ് കാണിക്കുക. അല്ലെങ്കിൽ ഡണ്ണോ ഓപ്പണോ കൊടുത്താൽ ഓപ്പൺ കൊടുത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗെയിം ഓപ്പൺ ആവും. ഡൺ കൊടുത്താൽ നേരെ നിങ്ങൾക്ക് ബാക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നിന്ന് ഗെയിം കളിക്കാം. ഞാനിപ്പോൾ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഗെയിം സംഭവങ്ങളൊക്കെ ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഗെയിമിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ് മണിയൊക്കെ കിട്ടുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ. അതിൻ്റെ അകത്ത് മണി പർച്ചേസ് ചെയ്യണം ഗൈസ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിം ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളോട് ചോദിക്കും. ഇത് എനിക്ക് തോന്നുന്നു അക്സെപ്റ്റ് ഓർ ക്യാൻസൽ എന്നായിരിക്കും. എനിക്ക് ചൈനീസ് ഒന്നും അറിയില്ല, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം അപ്ഡേറ്റ് ചെയ്യാൻ വരും. അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു, ഉള്ളതുകൂടി പോകുന്നല്ല, ഒരു കാര്യമില്ല. നേരെ ക്യാൻസൽ അടിക്കുക. അപ്പോൾ നേരെ ഗെയിം ലോഡാവും. ഇതെല്ലാം ലോഡായി വരട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ ഫുള്ളിപ്പോൾ യൂസ് ചെയ്യുന്ന കാർ. അതുകൊണ്ട് ഫുൾ ചെളി പിടിച്ച് കിടക്കുവാണ്. ഞാനിത് ഫ്ലൈങ് സ്ക്വിറലിൻ്റെ ഒരു തീമിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ഫ്ലൈങ് സ്ക്വിറലിനെ പോലെ കാണാൻ. നിങ്ങൾക്ക് ഫ്ലൈങ് സ്ക്വിറൽ ആരാന്ന് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് നോക്കിയാൽ മതി. അതേ ഒരു കാറിലാണ്, അതേ ഒരു സെയിം സെറ്റപ്പ് തന്നെ ഒരു കാറിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നേരെ ന്യൂ കാർസ് വരിക. ഏത് കാർ വേണമെങ്കിലും മേടിക്കും. ഞാൻ ഇപ്പോൾ ഒരു കൂടിയൊരു കാർ ഞാൻ മേടിച്ച് കാണിച്ചു തരാം. ഓൾറെഡി എല്ലാ കാറും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ മേടിക്കാത്ത ഇപ്പോൾ ഏതാ ഉള്ളത്?
നോക്കട്ടെ, ഈ റോൾസ് റോയ്സ് മേടിക്കാത്തതാണോ നോക്കട്ടെ. അത് മേടിച്ചതാണെന്നാണോ F1-ൻ്റെ എല്ലാ കാറും ഞാൻ മേടിച്ച. ലാൻഡ് റോവർ ഉണ്ട്. ഇത് ഗെറ്റ്, അതൊക്കെ ഞാൻ മേടിച്ചതാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് നോക്കട്ടെ ഗൈസ്. ഇത് ഗെറ്റ് നേരെ കൊടുത്താൽ നമ്മൾ പർച്ചേസ് ചെയ്തോളും, പർച്ചേസ് ആവും നമ്മുടെ വണ്ടി. ഇപ്പം ഞാനിത് മേടിച്ചുകൊണ്ടാണോ ഇനിയിപ്പോൾ അതെല്ലാ വണ്ടി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഗെറ്റ് എന്ന് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ബൈന്നായിരിക്കും, അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് പ്ലേയുടെ ആക്കി കാണിച്ചു തരാം. ഞാൻ എന്തായാലും വേൾഡ് സൈഡിൽ സാധനം നമുക്ക് നേരെ ഇവിടെ വന്ന് ഞാൻ ഓൺലൈനാണ് കളിച്ച് കാണിക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് ഗൈസ്. സെറ്റാണ്, നല്ല രസമാണ് ഗൈസ് കളിക്കാൻ. എനിക്കിപ്പോൾ ഇഷ്ടം പോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ലോഡാണെന്നുള്ള ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മേടിക്കുക, നേരെ കളിക്കുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ കളിക്കാം, അല്ലെങ്കിൽ അല്ല സിംഗിൾ പ്ലെയർ കളിക്കുക, ഒരു വിഷയമില്ല. സുഖമായിട്ട് കളിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ എടുക്കുക, ഇഷ്ടം ഉള്ളവരെ കസ്റ്റമൈസ് ചെയ്യുക, കളിക്കുക. അപ്പോൾ ഗെയിമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ, കുറേ ആൾക്കാർ കാണും ഇത് കളിക്കാൻ ഇഷ്ടമുള്ളവർ. പക്ഷേ ഇത് ഇതിനകത്തുള്ള സംഭവത്തിനൊക്കെ പൈസ മേടിക്കണം, കോയിൻ മേടിക്കണമൊക്കെ നല്ല പൈസ വേണം. അതുപോലെ പൈസ കൊടുക്കാനില്ലാത്തവർ കാണും, പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളവർ കാണും കാർ മോഡിഫൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും പറ്റാത്തവരും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഞാനിത് കുറേ പണ്ട് കാലത്ത് ഞാൻ തപ്പി നടന്നുണ്ട് എൻ്റെ APK. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.